അല്ല അല്ല ആ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ വാച്ച് ഗോകുവിന്റെ റിയാക്ഷൻ. വരുമ്പോ ഗോകുവിന്റെ വാറ്റിന്റെ ഒരു മിനിറ്റ്. ഓ എനിക്കിന്നലെ ഇവന്റെ ഞാൻ തെറിയും വിളിച്ചിട്ട് ഇറങ്ങിപ്പോയെ. അതാണ് ഇത്. ഓ കറക്റ്റ് വെച്ചിടാ. ഞാൻ ഓറയല്ലേടാ. ഞാൻ ഓറ കാണിച്ചിട്ടില്ല. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ നമ്മൾ തുടങ്ങിയ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേക്കട്ടെ. നമ്മൾ തുടങ്ങിയ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡ്രസ് ഷോപ്പിൽ പോയപ്പോ അവിടെ കണ്ണാപ്പി അതേമാതിരി ഒരു ടീം വന്നു പോലും വണ്ടി എടുക്കാൻ. അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യാതെ പോയി. എന്താണ് അല്ല അല്ല ആ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ വാറ് കഴിഞ്ഞ് വരുമ്പം ഇതേപോലെ ഇക്രു അവിടുന്ന് പോരുന്ന സമയത്ത് ഇക്രുവിന്റെ വണ്ടി കണ്ണാപ്പിന്റെ വണ്ടി ഒന്ന് തട്ടി പോലും. അപ്പൊ കണ്ണാപ്പി ഇനിയാണോ പറയുന്നേ? കണ്ണാപ്പി ഡൗൺ ആയപ്പോ കണ്ണാപ്പിന്റെ അടുത്ത് സോറി പറഞ്ഞില്ല എന്നാണ്. കണ്ണാപ്പിയോട് സോറി പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ ബാക്കിയുള്ള അവിടെ നിന്ന് രണ്ടാൾക്കാരോട് സോറി പറഞ്ഞിരുന്നു. അവരും പറഞ്ഞത് കാരണം ഏബലും മോഫിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. അവരും സോറി പറഞ്ഞിട്ടില്ലെന്നാണ് സോറി പറഞ്ഞല്ലടാ. ഞാൻ അപ്പോഴേ പറഞ്ഞു ബ്രോ ഓക്കെ അല്ലേ അറിയാൻ ഇടിച്ചാണ് പറഞ്ഞു. അപ്പൊ തുടങ്ങിയ കൊണയാണ് എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു തീർന്നതിന് മുന്നേ എന്റെ അടുത്ത് അവിടെ വെച്ച് തുടങ്ങിയതാ. എന്തൊരു പ്രശ്നം എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇടിച്ചിട്ട് സോറി ഒന്നും പറഞ്ഞിട്ടില്ല, പോയിട്ടില്ല. അത് സംസാരിച്ച് സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരെ കാണാൻ വേണ്ടി അവിടെ പോയത്. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ സോറി ഓൾറെഡി പറഞ്ഞു, വീണ്ടും നമ്മൾ വരേണ്ട ആവശ്യം എന്തിനാണ് സോറി ആക്കാൻ വേണ്ടിയിട്ട്? മനസ്സിലായി? നിങ്ങൾ ഒന്നും മിണ്ടാതെ പോയോണ്ടാണ് നമ്മൾ പറയാൻ വന്നത്, അല്ലാണ്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ല. എനിക്ക് ഡൗട്ട് ഒക്കെ ഞാൻ ഡ്രസ്സ് മാറി ഇതൊക്കെ മാറിയാണ് ഞാൻ ആ ഡ്രസ് ഷോപ്പിൽ വന്നത്. അപ്പൊ ഈ MRSയുടെ പൊതു സ്വത്തൊക്കെയോ ഡ്രസ് ഷോപ്പ് നമുക്ക് വരാൻ പറ്റത്തില്ലേ? നമുക്ക് ട്രിപ്പിൾസ് അടിച്ചൊരു ബൈക്കല്ലേ. പിന്നെ അത് ഞാൻ അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഏടാ ശരിയെ ഞാനതെങ്ങനെ മനസ്സിലായി? ഞാൻ എന്റെ തവണ മിണ്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അവിടെ വണ്ടി ഒന്നും നിർത്തിയതെങ്ങനെ മനസ്സിലായടാ? ഈ പറഞ്ഞിട്ട് ഉത്തരം എന്താടാ? നീ ഉത്തരം എന്താടാ? ബാക്കി ഷേക്കിന്റെ മുഖത്ത് അല്ല വാസു ബ്രോ ഒരു സിറ്റുവേഷൻ ഇതാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ ഞാനിപ്പൊ മനസ്സിൽ വിചാരിച്ചറിയോ കേട്ടോ, ഒരു അണ്ടിയും പറയുന്നില്ല, ചുമ്മാ ഇരിക്കുക അവിടെ. ഇതേപോലെ നമ്മള് പപ്പടം ഇതേപോലെ TJ-ആയിട്ട് എന്തോ ഒരു സിറ്റുവേഷൻ എന്തോ ആയിരുന്നു പോലും. അപ്പം ഇതേപോലെ മോബിന്റെ ബൈക്കാണെന്നുള്ളത് അവൻ അറിഞ്ഞില്ല. ആ ബൈക്കുമ്പോ കയറി. അപ്പം മോബി ഒന്ന് അടിച്ചു. അല്ല പിന്നെ എന്തിനാണ് ഈ ഒരു മിനിറ്റ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തത് കണ്ണാപ്പിയുടെയും വണ്ടി ഇടിച്ച കാര്യമൊക്കെ എന്താണ് പറയുന്നത്? ആ കണ്ണാപ്പിന്റെ വണ്ടി ഇടിച്ച കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇക്രൂന്റെ വണ്ടി അറിയാതെ പറ്റിയതിന് അവിടുന്ന് ഞാൻ പറഞ്ഞോട്ടെ കണ്ണാപ്പിയാണ് ഡെഡായി കിടക്കും. ആരും ചോദിച്ചില്ല. അവിടെ ഏബലാണ് ചോദിച്ചത്. ഏബല് ചോദിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു എന്താണ് സുഖം ബ്രോ, അവനൊന്ന് അറ്റ്ലീസ്റ്റ് എണ്ണിക്കുന്നവരെ വെയിറ്റ് എന്ന് പറഞ്ഞു വന്നു. അവർ നിന്നില്ല. എന്നിട്ട് ഏബൽ അന്നേരത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോഴാണ് ഏബിൾ കുഴച്ചത്. അതൊന്നും അല്ല. ഇവരിൽ ഓടാൻ പോകുന്ന സിറ്റുവേഷൻ കേട്ടിട്ട് സിറ്റുവേഷൻ എന്താണെന്ന് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പറയണതുപോലെ ഇവ കണ്ണാപ്പി സോറി എന്താന്ന് വെച്ചാൽ സോറി പറയണം നമ്മൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് അവിടെ പപ്പടം ബോധമില്ലാതെ അവിടെ വന്ന് നിന്നിട്ട് അവൻ TJ ആണെന്ന് വിചാരിച്ച് നമ്മുടെ കൂടെ മോബി ഇട്ട് വന്നിട്ട് അവർക്ക് സംസാരിച്ചിട്ടുണ്ട്. പപ്പടം എന്തിനാണ് TJ സിറ്റുവേഷൻ പോലെ അറിയാലോ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണ് നിങ്ങൾക്ക് തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ് പപ്പടം വേറെ ഒരാൾക്ക് വേണ്ടി സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി ചൂരി ആവശ്യമില്ല. വണ്ടി പിടിക്കാൻ വേണ്ടി ഗരാജിൽ വന്നിട്ട് TJ ആണെന്ന് വിചാരിച്ച് ടിവിയുടെ മണ്ടക്കോട്ട് ടിവിയുടെ തന്നയില്ലാത്ത കാണിക്കുന്നത് പറഞ്ഞു. മനസ്സിലായി? ഇത് വേറെ ഒരു രീതിയിലുള്ള കൺവേഴ്സൺ അല്ല. എന്റെ സമ്മതിച്ചായിരുന്നു ഞാൻ പറയുന്നത്. എന്റെ പപ്പടം സഫി വന്ന് സമ്മതിച്ചായിരുന്നു അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ കേട്ടോ അപ്പോൾ വന്നിട്ട് നേരെ ഇതുപോലെ പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ TJ ആണെന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. നമ്മുടെ കൂടെ രണ്ടുപേര് ഗ്യാങ്സ്റ്റർ ആണ് നിൽക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിലാണ് മോബി നിൽക്കുന്നത്. മോബി എടുത്ത് തന്നയില്ലാത്തെന്ന് പറഞ്ഞാൽ ഇനി ഏതാ പറഞ്ഞാലും ഡ്രീമറിന്റെ സാധനമാടാ.
അപ്പൊ ഞാൻ എവിടെ എടുത്ത് വെക്കണോടാ ഈ ക്യാമറ? അതാണ് സിറ്റുവേഷന്റെ ഇത് സ്റ്റാർട്ടിങ്. എന്തോരം ഗതി. ചോദിക്കാൻ വന്നപ്പോഴാണ് അവിടെ ടൈമിങ് അവിടെ അടി ഇതൊക്കെ എന്തോ പാടാ ഇതൊക്കെ. പപ്പടമാണ് ഗണ്ണെടുത്ത് വെച്ച് അടിക്കുന്നത്. പപ്പടമാണ് ഗണ്ണെടുത്ത് വെച്ച് അടിക്കുന്നത്. ഇതാണ് സിറ്റുവേഷൻ. ഇതിന്റെ അപ്പുറം കൺവേർട്ട് ചെയ്ത് മറ്റേ ഡ്രസ് ഷോപ്പ് ഷോപ്പിൽ നിന്ന് ഇടിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് മറ്റേ ചായ കുടിക്കാൻ കയറി, പപ്സ് തിന്നാൻ കയറി. ഇതൊന്നും അല്ല സിറ്റുവേഷൻ. ഇതൊന്നും അല്ല സിറ്റുവേഷൻ, മനസ്സിലായോ? ഇതൊന്നും അല്ല സിറ്റുവേഷൻ. ഇതാണ് സിറ്റുവേഷൻ കേട്ടോ. ഇതാണ് പറഞ്ഞതിനാണ് നിന്നെയൊക്കെ എടുത്തത്, മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇനി മറ്റേ അതിന് പോയി ഇതിന് പോയി എന്നൊന്നും നമ്മളോട് പറയണ്ട. ഇതാണ് സിറ്റുവേഷൻ. ഇത് കേക്കട്ടെ കേക്കട്ടെ. അത് ആ പെയിൻ അറിഞ്ഞൂടെ? മറ്റേ ഒരു വർഷം 10 ഗ്യാങ് കയറി അവാർഡ് നമ്മളൊരു അവാർഡ് ഫംഗ്ഷൻ നടത്തണം നിന്റെ മുന്നേ നിർത്തുന്നത്. എടി ഗോകു എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നവരുടെ കയ്യിലൂടെ ഇതിപ്പോ. എടാ ഷേക്ക് F8 അടിച്ച് പോയതാണോ ഡിസ്കണക്ട് ആയി പോയതാണോ? വഴക്ക് തുടങ്ങിയില്ലല്ലോ. എന്റെ കൈ നോത്തിന്റെ പിറന്നിട്ടിരിക്കും, കണ്ണുപോലെ നിനക്ക് കേട്ടോ. എന്റെ കൈ നോത്തിന്റെ ചെവിക്കല്ലിരിക്കും. കേട്ടോടാ പട്ടി, കേട്ടോടാ പട്ടി. നീ നിന്റെ മറ്റേ പട്ടിയേറുന്നില്ല, അവനെ പോയി കുളിച്ചാ സത്യം ഡ്രീമർ ഇരിക്കും നോക്കില്ല. മലേനെ കണ്ട ആദ്യത്തെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ മലേനെ കണ്ടിട്ട് മലേനെ ഇങ്ങനെ സിനിമ നോക്കി ഇരിക്കുന്നവനെ കൊണ്ട്. ഇവൻ നിങ്ങൾക്കാർക്കെങ്കിലും ഇവൻ ഗേ ആന്ന് തോന്നിയിട്ടുണ്ടോ? ഗേ ആന്ന് അഡ്മിനെ ഞാൻ പറയാൻ തുടങ്ങിയത്. യെസ്സോ യെസ്സോ. ഞാൻ കുറച്ച് ബിസിയാ. കാരണം എന്താ? തോക്കത്തില്ലേ അവിടെ കൊങ്കിട്ടിരിക്കുന്നുണ്ടില്ലേ? കൊങ്കിയാ ആശ തിരിച്ചറിയാനായിരിക്കും. നീ വലിച്ചൂരി പോയവനെ തിരിച്ചു കഴിഞ്ഞിട്ട് പയ്യ ഞാൻ പറഞ്ഞ തൂറിട്ട് നീ വർത്താനം അങ്ങോട്ട് അല്ലല്ല ശ്രദ്ധിക്കണേന്നോ? എന്ത് അവസാനം ഒരു 16 മിനിറ്റ് കൊടുക്കാം. ഡിസ്കൗണ്ട് കൂട്ടി 15 മിനിറ്റ്. എടാ മാറ്റേ ഒരു 16 മിനിറ്റ്. 16 മിനിറ്റ് ഒരു 18 മിനിറ്റ് ചന്ദ്ര 2 മിനിറ്റ് വ്യത്യാസമല്ലേ ഉള്ളൂ. 16 മിനിറ്റ് ലേലം വിളിക്കുന്നതാടാ ഇത്. 18 മിനിറ്റ് ചന്ദ്ര 19 മിനിറ്റ് 17 അത് മതി 17 ഓക്കെ 17 അരയാ. ഒരു സെക്കൻഡ് 18 മിനിറ്റ് 17 അവസാനം ഒരു സെക്കൻഡ് ഒന്ന് അവസാനം ഒന്ന് രായൻ എന്താണ് പ്രശ്നം? 17 അരയാ. അതെന്തൊരു സമയമാണ്? 17.5 മിനിറ്റോ? ഇത് പറയണ ഇപ്പൊ തന്നെ 10 മിനിറ്റ് ആയി. അണ്ണ കേക്കുന്നില്ല, അണ്ണന്റെ വോയിസ് കേൾക്കുന്നില്ല. ഇതിനൊക്കെ എന്തിനു പറയാ? ആ വെപ്പ് ഇരുന്ന് തുടങ്ങിയത്. ആ ഒരു 17 മിനിറ്റ് അത്രേ ഉള്ളൂ. അതെന്തൊരു കോമഡിയാണ്. 17.5 മിനിറ്റോ? പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു ഒരു 18 മിനിറ്റ് എന്നുള്ള സമയം. എനിക്ക് ഇത് വെറുതെ ഇതൊരു എന്നാ ശരി, നീ കരയണോണ്ട് നീ കണ്ടിട്ട് വെച്ചോ. നീ കരഞ്ഞോണ്ട് വെച്ചോ. നീ അല്ല ഒരു സെക്കൻഡ് ടൈം 15 മിനിറ്റ് ആണ്. അത്രേ ഉള്ളൂ. മുഞ്ചേരാ അല്ലല്ല ഇപ്പൊ തന്നെ 3 മിനിറ്റ് എടുത്തില്ലേ നിങ്ങള്? കേട്ടോടാ മറ്റേ ചായ കുടിക്കാൻ കയറി, പപ്സ് 17 മിനിറ്റ് ഒന്നുകൂടെ കേക്കട്ടോടാ. മുറ്റു സാധനം. ഇതൊന്നും അല്ല സിറ്റുവേഷൻ, മനസ്സിലായോ? ഇതൊന്നും അല്ല സിറ്റുവേഷൻ. ഇതാണ് സിറ്റുവേഷൻ കേട്ടോ. ഇതാണ് സിറ്റുവേഷൻ. തന്തയില്ല പറഞ്ഞതിനാണ് നിന്നെയൊക്കെ എടുത്തത്, മനസ്സിലായല്ലോ? അതിന്റെ അപ്പുറത്തോട്ട്
17.5 മിനിറ്റ് അത്രേ ഉള്ളൂ 17.5 മിനിറ്റ്. നീ പോയി മാറിക്കടാ. എടാ നാറി. മോനെ അപ്പിൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് പ്രോപ്പർ സാധനം കേട്ടോ. 17 വെച്ചോ നീ കരഞ്ഞോണ്ട് നീ കരഞ്ഞോണ്ട് വെച്ചോ. അല്ല തുടങ്ങുന്ന എവിടെയായിരുന്നടാ അത്? വെച്ചോ രീതിയിലുള്ള കൺവേർഷൻ ഒന്നും അല്ല. ബ്രോ നീ വലിച്ചു ആ, ഇപ്പഴാ. ഇല്ല, ഞാൻ വാസന ഞാൻ പറഞ്ഞ അത് വേറൊരു കോമഡി. അല്ലല്ല രണ്ട് സൈഡ് സൈലന്റ് ഞാൻ വാസന ഒരു 16 മിനിറ്റ് കൊടുക്കാം. ഡിസ്കൗണ്ട് കൂട്ടി 15 മിനിറ്റ്. എടാ ഒരു 16 മിനിറ്റ് 16 മിനിറ്റ് 18 മിനിറ്റ് ചന്ദ്ര 2 മിനിറ്റ് വ്യത്യാസമല്ലേ ഉള്ളൂ. 17.5 മിനിറ്റ് 16 മിനിറ്റ് ലാസ്റ്റ് ഫിക്സ് 18 മിനിറ്റ് ചന്ദ്ര 19 17.5 അത് മതി 17.5 ഓക്കെ 17.5 ഒരു സെക്കൻഡ് മരി അടുത്തിറങ്ങി ചിരിച്ചിട്ടില്ല. എന്തുവാ ഇത്? വാസന ഒരു സെക്കൻഡ് ഒന്ന് വാസന ഒന്ന് 17.5 ഇത് പറയണ ഇപ്പൊ തന്നെ അയ്യോ മൊത്തത്തിൽ പോയി. അഡ്മിനെ ഞാൻ പറയാൻ തുടങ്ങിയത്. ഇത് എത്ര തവണ കാണും ഇനി ഇത്? പറയൂ ടൈം അവിടെ കൊങ്കിട്ടിരിക്കുന്നുണ്ട്. ആശ തിരിച്ചറിയാനായിരിക്കും. അല്ല, ഞാൻ പറയാം. വാസന ഞാൻ പറഞ്ഞ അല്ല വാസന ഒരു 16 മിനിറ്റ് കൊടുക്കാം. ഡിസ്കൗണ്ട് കൂട്ടി 15 മിനിറ്റ്. എടാ 16 മിനിറ്റ് 16 മിനിറ്റ് 16 മിനിറ്റ് വ്യത്യാസമല്ലേ ഉള്ളൂ. 16 മിനിറ്റ് ലാസ്റ്റ് ഫിക്സ് ഒരു സെക്കൻഡ് വാസന സെക്കൻഡ് വാസന ഇത് പറയണ ഇപ്പൊ തന്നെ 10 മിനിറ്റ് ആയി. അതൊക്കെ 2 ആവശ്യമില്ല. ഇതിനൊക്കെ പറയാം. അവ ഇപ്പൊ തുടങ്ങി. ടൈം ആ ഒരു 17 17.5 മിനിറ്റ് 17.5 മിനിറ്റ് അത്രേ ഉള്ളൂ 17.5 മിനിറ്റ് 17.5 മോനെ അപ്പിൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു ഒരു 18 മിനിറ്റ് എന്നുള്ള സമയം. എനിക്ക് ഇത് വെറുതെ ഇതൊരു എന്നാ ശരി നീ കരയണോണ്ട് നീ കരഞ്ഞിട്ട് വെച്ചോ. നീ കരഞ്ഞോണ്ട് നീ കരഞ്ഞോണ്ട് വെച്ചോ. നീ അല്ല ഒരു സെക്കൻഡ് ടൈം 15 മിനിറ്റ് ആണ്. അതിൽ അത്രേ ഉള്ളൂ മുന്നേ അല്ലല്ല ഇപ്പൊ തന്നെ 3 മിനിറ്റ് എടുത്തില്ലേ നിങ്ങള്? 17 Pro Max ആ. ഞാൻ മൊത്തത്തിൽ നോക്കട്ടെ. ഡിഫോൾട്ട് ടൈം 15 മിനിറ്റ് ആണ്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ കൺസേൺ ഉണ്ടായി. രണ്ടുപേരും ഒരുമിച്ച് സമ്മതിച്ചാൽ മാത്രമേ കൂടുതലുള്ള ടൈം അനുവദിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മ അമ്മയ്ക്കില്ല. 17.5 വീണ്ടും 17.5 നീ സമ്മതിച്ചിട്ട് പോയാ മതി. 17.5 നീ സമ്മതിച്ചിട്ട് പോയാ 17.5. എടാ രായ ഉദ്ദേശിക്കുന്നത് 17 മിനിറ്റും 30 സെക്കൻഡും ആണ് ഉദ്ദേശിക്കുന്നേ. അതാണ് 17.5 മിനിറ്റ്. 17.5 കൊടക്കാണ്. പക്ഷേ ഭയങ്കര ഒച്ച ഇങ്ങോട്ട് ഷേക്ക് ഈ കോമാളിയെ സൂര്യ വെച്ചിട്ടാ മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കണം. എന്തൊക്കെയാണോ ഈ പറയുന്നേ? പോട്ടോടാ ഷേക്ക് പോട്ടോടാ ഒരു വർഷം ഇന്നലെ മിസ് ചെയ്തല്ലോടാ ഇതൊക്കെ. ഇവിടെ 17 കഴിഞ്ഞില്ലേ? 15 കഴിഞ്ഞില്ലേ? 17 അവിടെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു വേറെ 2 ടീം.
ബ്രോ അങ്ങോട്ട് പോകല്ലേ, കുറെ പട്ടികൾക്ക് പേളയിക്കും കടിക്കും കേട്ടാ. ഒറ്റ കാര്യം പറഞ്ഞു നടക്കുന്നു. 17 മിനിറ്റ് പറ്റത്തുള്ളത്. നിർത്തിയില്ലേ പോയാ മുറ്റ കോടായിട്ടത്. അയ്യോ ഇനിയുണ്ടോ ഇതുപോലത്തെ സംഭവം വല്ല ഉണ്ടോ അതിനകത്ത്? രായ വീസിയിലുണ്ടോടാ? ഇല്ല. സിറ്റി വന്നോ? സിറ്റി വന്നോ? വാർ ലാസ്റ്റ് നോക്ക് ഇടിച്ച് കണ്ണാപ്പി വേറെ സീനുണ്ട്, ലൈവ് ഉണ്ട്. പശു പോത്ത് ചന്ത. എടാ അത് ഭയങ്കര കിടലും കേട്ടോ. നീയൊക്കെ 17 മിനിറ്റ് നിനക്ക് തരുത്തുള്ളൂ. അയ്യോ കണ്ണാപ്പിയോ ലാസ്റ്റ് കണ്ണാപ്പി എന്തിനാ പറഞ്ഞത്? കോമാളി വേഷം കെട്ടി നടക്കാതെ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നോക്കാടാ, ഈ ലൈവ് സിറ്റി കയറി കഴിഞ്ഞിട്ട് നോക്ക. എന്റെ ദൈവമേ എന്തൊക്കെയാണോ ഇന്നലെ സംഭവിച്ചേ? അല്ല മാക്ക് പറഞ്ഞത് ഞാൻ എന്തോടാ ചത്ത പോയി മീൻ വിൽക്കാതിരിക്കുന്നു. പക്ഷെ രായനല്ലേ മറ്റേ ഏതോ ഒരു കൊണയം വന്ന് തെറി വിളിച്ചേ. അതെന്തിനാ നമ്മുടെ ചെറുക്കനെ തെറി വിളിച്ചേ അവൻ? ആ കോമാളി വേഷം അവന്റെ അച്ഛനെല്ലാം ഉണ്ടാക്കി കൊടുത്ത കോമാളി വേഷം. വണ്ടി കയറി അത് കണ്ണാപ്പിയാണോ പറയുന്നേ? 17 ഞാൻ തോന്നുന്നു മറ്റേ ചന്തയിൽ വന്നേക്കണ ഞാൻ കോഴി. എനിക്ക് ഞാൻ എന്തോടാ ചന്ത ഞാൻ കോഴിയല്ലോ. അയ്യോ എന്റെ ദൈവങ്ങളെ എന്തൊക്കെ കാണണം. ഒരു മിനിറ്റ് ഗൈസ്, ഞാനെന്തോടെ കോഴിയല്ലോ അത്. ഒരു മിനിറ്റ് മക്കളെ, രായന്റെ അച്ഛനെയാണ് പറയുന്നേ. രായന്റെ അച്ഛനെയൊന്നും അല്ല പറയുന്നേ. ആരാ പറയുന്നേ? പക്ഷെ മാക്കല്ല പറയുന്നേ, വേറെ ഏതൊരു ഉണ്ണേ. എടാ ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ എല്ലായിടത്തും. ഈ തെറി വിളിക്കുന്നോ എന്തോ ആയിക്കോട്ടെ, വീട്ടിൽ ഇരിക്കുന്നവരെ ദൈവത്തെ ഓർത്ത് വിളിക്കരുത്. അത് ആർപ്പി കളിക്കുന്ന ആയാലും ശരി അല്ലാത്തവന്മാരായാലും ശരി. നമ്മള് ഞാനിപ്പോൾ കണ്ണാപ്പിയുടെ ഒക്കെ പറയാറുണ്ട്, പക്ഷെ അത് രായം വീസി വന്നാ അത് പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ആ ഒരു സെൻസിൽ അത് നമ്മളത്രയും ഇല്ലല്ലോ. ആ വീസി ഒന്നും വന്നില്ല. ഇത് രായനാണോ? അല്ലല്ലോ. പക്ഷെ ഈ